ആ, നിങ്ങൾ വന്നോ? ആദ്യമായിട്ട് നീ തോറ്റു അല്ലേ കേശവ? നിനക്കും വിഷമം കാണും. അവനെല്ലാം കൊണ്ടും വിഷമം. മൂത്താശാന്റെ മരണം, നന്ദിനിക്കുട്ടിയുടെ ഇപ്പതാ മാളയിലെ. അത് പോട്ടെ, മോൻ എന്താ ഇവിടെ നിന്നുകളഞ്ഞേ? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലെന്നറിയില്ലേ? ആ, പതിവായിട്ടുള്ള ശർക്കരത്തുള്ളിനാണെങ്കിൽ നോക്കാം. എന്റെ കേശവ, നീ ഈ മുറ മാറ്റണം. ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാ. നെല്ലിക്കോളം ശർക്കര കിട്ടിയാൽ നിനക്ക് വലുതും അയ്യോ. വേണ്ടേ? വേണ്ട. അവള് വന്നിട്ട് ഇനി തിന്നാ മതി. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ നടക്കട്ടെ നടക്കട്ടെ. എന്താ കേശവ? എന്തു പറ്റി? നാരനാരെ, ഇതെന്താ കഥ? കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശി കൊടുക്കാൻ എന്റെ മോള് ആറ്റ് നോറ്റ് വാങ്ങിയതാ. ഇക്കൊല്ലത്തെ ഏകാദശിയും മുറ്റത്തെത്തിയിരിക്കണു എന്റെ മോളെ. എന്താ അത് കേശവ? ഇങ്ങനെ കുട്ടികളെ പോലെ കരയേ? നന്ദിനിക്കുട്ടി നിന്നെ കാണാൻ വരാതിരിക്കോ? അച്ഛനാർക്കും വേഗം ഭേദാവട്ടോ? എല്ലാവർക്കും മനോവേദനയാ. നമ്മുടെ കേശവൻ വല്ലാത്ത വിഷമത്തിലാ. ഒരു ശീലായ്മ. ഇതെന്തൊരു ഇരിപ്പാ. ഒന്ന് മെല്ലെ എണീറ്റ് ചായപ്പിടിയിലേക്ക് വരുന്നുണ്ടോ? പഴനാല് പൊക്കോളൂ, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പോയി വലിയ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വയ്യാടോ, എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോക്കും കേശവനും ഒന്നും വരുത്തല്ലേ കൃഷ്ണ.